സൂപ്പർ ലീഗ് കേരളയെ കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് മിക്ക ഫുട്ബോൾ ആരാധകരും കണ്ടു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ നമ്പേഴ്സ് കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ക്രോസ് ചെക്ക് ചെയ്യണം. പക്ഷെ എന്നാലും എനിക്ക് അറിയാവുന്ന ഇതിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഒഫീഷ്യലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് അപ്പോൾ ഇതിന്റെ നമ്പേഴ്സ് എനിക്ക് കൃത്യം ഇപ്പോൾ പറയാനുള്ള ഒരു സാഹചര്യത്തിലല്ല, പക്ഷെ ആവറേജ് 8,000 മുതൽ 10K വരേക്കും 10,000 വരേക്കുമുള്ള ഓഡിയൻസ് ഓരോ മാച്ചിലും വരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഓരോ മലയാളി ഫുട്ബോൾ ആരാധകനും ആഗ്രഹിച്ചിരുന്നത് ഒരു ഫുട്ബോളിംഗ് ആഘോഷം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതുപോലെ ആയിരിക്കണം എന്നുള്ളതാണ്. കാര്യം 6 ക്ലബ്ബുകൾ, കൊച്ചി ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, കാലിക്കറ്റ് ആയിക്കോട്ടെ, മലപ്പുറം ആയിക്കോട്ടെ, തൃശ്ശൂർ ആയിക്കോട്ടെ, കണ്ണൂർ ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും സ്റ്റേഡിയത്തിലേക്ക് പോകുമ്പോൾ നിറഞ്ഞ ഗാലറീസ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ എവിടെയും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്നത് ആരെയും കാണാൻ പറ്റുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ സ്റ്റേഡിയംസ് ആയിക്കോട്ടെ നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം എവേ മാച്ചുകളൊക്കെ വരുമ്പോൾ ഒരു ഫൈറ്റ് ഉണ്ട്. പലപ്പോഴും അതൊക്കെ നമുക്ക് TV-യിൽ മാത്രം കണ്ട് ആസ്വദിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇപ്പോ നമുക്ക് ഇവിടെ ആഘോഷിക്കാനും അതിന്റെ ഭാഗമാവാനും പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇവിടെ 14 ബസ് വിളിച്ചുകൊണ്ട് അങ്ങ് മലപ്പുറത്ത് നിന്ന് എവിടേക്ക് വരികയാണ്? തൃശ്ശൂർക്ക് വരികയാണ്. കാരണം എവേ മാച്ചാണ് സപ്പോർട്ട് ചെയ്യണം. അത് ഈ മാച്ചിൽ മാത്രമല്ല കേട്ടോ, പല മാച്ചുകളിലും നമുക്ക് കാണാം. അതിപ്പോ തൃശ്ശൂരിന്റെ മാച്ച് ആയിക്കോട്ടെ, ഇനി കണ്ണൂരുള്ള മാച്ച് ആയിക്കോട്ടെ. ഞാൻ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കളി തുടങ്ങിയിട്ടും ആൾക്കാർ കയറാനായിട്ട് പുറത്ത് ക്യൂ നിൽക്കുകയാണ്. കാരണം അവർക്ക് ഒന്ന് സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുന്നവരുടെ നമ്പേഴ്സും അതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്നവരുടെ നമ്പേഴ്സും കാണുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിളി പാറിപ്പോവും. പലപ്പോഴും കേരളത്തിൽ ചില സ്ഥലങ്ങളിലെ ഫുട്ബോൾ സംഭവങ്ങളൊന്നും ഉറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് വീണ്ടും ഫുൾ പവറിലേക്ക് ഓൺ ആക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് വീണ്ടും ഒരു ബിഗ് താങ്ക്സ് പറയണം. ആൻഡ് അതോട് എടുത്തു പറയേണ്ട വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി പ്ലേയേഴ്സ് ഉണ്ടല്ലോ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മലയാളി പ്ലേയേഴ്സ്, അവർക്ക് എപ്പോഴും പറഞ്ഞു കേട്ടുള്ള ഒരു കാര്യമാണ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചുകൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിനും ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ലീഗ് കേരള ഒരു വലിയ പ്ലാറ്റ്ഫോം ആവുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ഫോറിൻ പ്ലേയേഴ്സിന്റെ കൂടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിന്റെ കൂടെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചുകൾ കളിക്കുമ്പോൾ അവർക്കും നല്ല രീതിയിലുള്ള സ്കില്ലായിക്കോട്ടെ, അവരുടെ എക്സ്പീരിയൻസിലുള്ള ഡിഫറൻസും ഈ മാച്ചുകൾ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ള സാധനത്തിലും ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആസ് എ മലയാളി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഈ വീഡിയോ ഒരു മലയാളി ഫുട്ബോൾ ഫാനെങ്കിലും അയച്ചു കൊടുക്കുക. എന്നിട്ട് പറയുക, അടുത്ത മാച്ച്, അടുത്ത ഏതെങ്കിലും ഒരു മാച്ച് ഈ സീസൺ അവസാനിക്കുന്നതിന് മുമ്പ് നമ്മൾ കണ്ടിരിക്കും. ചിൽ കുപ്പിച്ചിൽ.